ഹലോ എവ്രി വൺ വെൽക്കം ടു ചാനൽ മല്ലൂർ സിംഗപ്പൂർ. ഞാനിപ്പോൾ കൃഷ്ണ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ഒരു ബാൻഡ് 2 അല്ലെങ്കിൽ ഒരു ബാൻഡ് 3 NHS ജോബ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ഇൻ്റർവ്യൂസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു സക്സസ്ഫുൾ ബാൻഡ് 2 അല്ലെങ്കിൽ ഒരു ബാൻഡ് 3 ജോബ് ആപ്ലിക്കേഷനിലോട്ട് എത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻക്ലൂഡിങ് ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എങ്ങനെ ആയിരിക്കണം, പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഓൾറെഡി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രിപ്പയർഡ് ആവണം, എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്, ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് ജോബ് സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, ആൻഡ് ഇൻ്റർവ്യൂ ഡേയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കോമൺ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന 1-2 സെനാരിയോ ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ എൻഡിൽ ഒരു കാൻഡിഡേറ്റ് ഞാൻ ലൈവ് ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു മോക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എങ്ങനെ കാൻഡിഡേറ്റ് ആൻസർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എൻ്റെ ആൻസർ, അതും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടും എങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ NHSലേക്ക് ഒരുപാട് ജോബ് വാക്കൻസീസ് ആണുള്ളത്. നോൺ ക്ലിനിക്കൽ ആണെങ്കിലും ക്ലിനിക്കൽ ആണെങ്കിലും ബാൻഡ് 2 അല്ലെങ്കിൽ ബാൻഡ് 3 ജോബ്സ് ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. അതിനകത്ത് ക്ലിനിക്കൽ സപ്പോർട്ട് വർക്കറായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബായിട്ടോ അല്ലെങ്കിൽ ക്ലീനിങ് സെക്ഷനിൽ എസ്റ്റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസിലാണെങ്കിലോ ലോജിസ്റ്റിക്സിലോട്ടാണെങ്കിലോ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സൈഡ്സിലോട്ടുള്ള കുറേ, അതിൽ മെയിൻ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ സൈഡിലേക്കാണ് അല്ലെങ്കിൽ എസ്റ്റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസിൻ്റെ സൈഡിലേക്കാണ് കുറേ ജോബ്സ് വരിക. പിന്നെ റിസപ്ഷൻ്റെ ജോബ്സിലേക്ക് ഒരുപാട്, അതായത് അഡ്മിൻ ജോബ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ജോബ്സ്. ഇത് ഏത് കാറ്റഗറിയിലോ നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോപ്പർ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുക എന്തായാലും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഹാഫ് വേ നിങ്ങൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്തായാലും. ഓക്കെ, ബിക്കോസ് എന്തെങ്കിലും രീതിയിൽ ഈവൻ നിങ്ങളുടെ വിസ കാറ്റഗറി ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് ആവട്ടെ, ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതോ നിങ്ങളുടെ എസെൻഷ്യൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും പുറത്താവും. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്നതാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് വരുന്നത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ ഏത് ജോബിനാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ, അവർക്ക് എന്താണ് നിങ്ങളുടെ ഈ ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് വേണ്ടത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് ഓരോ ഹെഡിങ് വൈസ് നിങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പോയിന്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട്, അല്ലാതെ നിങ്ങൾ ജസ്റ്റ് വാരി വലിച്ച് 1-2 ലൈൻസിലോ ഒരു കുഞ്ഞ് പാരഗ്രാഫിലോ ഒരു 10-15 ലൈൻസ് ഒരുമിച്ച് എഴുതിയിട്ടോ ഒരു കോംപ്രിഹെൻഡ് ചെയ്തൊരു പാരഗ്രാഫ് ആക്കിയിട്ടോ ഒരു കാര്യമില്ല. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ അനലിറ്റിക്കൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ ക്വാളിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോ ഹെഡിങ് ആയിട്ട് ഡിവൈഡ് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷനും കൂടെ ഫൈനലി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ജോബിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ജോബിന് ഇപ്പോഴത്തെ കറണ്ട് ജോബ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ എത്രത്തോളം റെലവൻ്റ് ആണ്, ആ ഒരു ജോബിൽ നിങ്ങൾ റൈറ്റ് പേഴ്സണായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളെ സെല്ല് ചെയ്യാണ് വേണ്ടത്, നിങ്ങളെ മാർക്കറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ബാൻഡ് 2 ആവട്ടെ ബാൻഡ് 3 ആവട്ടെ, അവിടെ നിങ്ങൾക്കൊരു പ്രോപ്പർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ജോബിന് നിങ്ങൾ റൈറ്റ് പേഴ്സൺ ആണെന്ന് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതിനകത്ത് മനസ്സിലായോ, അതേ രീതിയിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് റെലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഒരു ക്രോണോളജിക്കൽ ഓർഡർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ഓരോ കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് സ്ക്രൂട്ടിനി ചെയ്ത് നന്നായിട്ടൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവൂ. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗോ ത്രൂ ചെയ്യുക, റിവ്യൂ ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണെങ്കിലോ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിലോ എല്ലാം നോക്കുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനാണ് നിങ്ങളുടെ മെയിൻ തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷനാണ്. കാര്യം ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ട് നമ്മളെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അവരുടെ ഒക്കെ തന്നെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ഈവൻ ഗ്രാമർ മിസ്റ്റേക്സ് ആവട്ടെ ഒരുപാട് കറക്ഷൻസാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത് അസിസ്റ്റൻസിന് വേണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ ഈവൻ അവരുടെ അടുത്ത് ഞാൻ ആദ്യമേ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ദെൻ എനിക്ക് അയച്ചു തരിക, ഞാനത് റിവ്യൂ ചെയ്യാം, നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഞാൻ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വർക്ക് ചെയ്യാറ്. ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോബ്സ് വരുന്ന സമയത്തോട്ടോ ബാൻഡ് 2 ആവട്ടെ ബാൻഡ് 3 ആവട്ടെ ബാൻഡ് 4 ആവട്ടെ ബാൻഡ് 5 ആവട്ടെ, ഇതെല്ലാ ജോബ്സിലേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും നിങ്ങളെല്ലാവരും കംപ്ലീറ്റ്ലി അനോണിമസ് ആണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഒരു ആപ്ലിക്കേഷൻ നമ്പർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ആവട്ടെ ഇതെല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ എന്തെങ്കിലും ജോബ് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം പോയി സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാണ് നമുക്ക് അറിയേണ്ടത് എത്രത്തോളം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ജോബിലേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം ഈ ഒരു ജോബിലേക്ക്, അതെല്ലാം അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു വേഗമായിട്ട് അതിനകത്തൊരു പ്രോപ്പർ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാതെ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അതിനകത്ത് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും
അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അതുകൊണ്ടാണ് കാൻഡിഡേറ്റ്സ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ അവരുടെ അത് കൊടുക്കരുത്, ഒന്നും കൂടെ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയാറുള്ളൂ. അവർക്ക് എല്ലാവർക്കും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇൻഫർമേഷൻ്റെ ഡോക്യുമെൻറ്റ്, ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മാറ്റണം എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് മെയിൻ തിങ് ഞാൻ പറഞ്ഞല്ലോ, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് ഹൈലൈറ്റ് ചെയ്യേണ്ടതും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ രണ്ടാമതാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിംഗ്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് എന്തെല്ലാം റീസൺസിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റഡ് ആകാം, അല്ലെങ്കിൽ എന്തെല്ലാം റീസൺസ് കൊണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആകാതിരിക്കാം. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് അതിനകത്ത് വരുന്നത്. ഒരിക്കലും നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ നിങ്ങൾ പെർഫെക്റ്റ് ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ ചെയ്ത് പെർഫെക്റ്റ് ആയില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ ഫോൾട്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു ജോബ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ജോബ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസൈറബിൾ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻഡോസ്കോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ, അവിടത്തേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേസിൽ ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇൻ്റർവ്യൂസ് നടത്തിയത് ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ സ്റ്റാഫിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ബാൻഡ് 2 ജോബാണ്. ഓക്കെ, ബാൻഡ് 2 ജോബ് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡീകോൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻഡോസ്കോപ്പുകളുണ്ട്, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, അതിനെ വാഷ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് വരുന്ന ഒരു ഡീകോൺ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ആ ഒരു തസ്തികയിലേക്കുള്ള പോസ്റ്റിലേക്കാണ് ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്തതും ഇൻ്റർവ്യൂസ് നടത്തിയത്. അപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എസെൻഷ്യൽ ക്രൈറ്റീരിയക്കകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എനിക്കാകെ 3 വാക്കൻസീസ് മതി. 3 വാക്കൻസിയിലേക്കാണ് ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഓൾറെഡി ജോബ് അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്തു, ഏകദേശം 100ഓളം ആപ്ലിക്കേഷൻസ് നമുക്ക് റിസീവായി. അപ്പോൾ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്തും അതിനകത്ത് ഒരുപാട് മാച്ചിങ്, അതിന് ആ പ്രൊഫൈലിന് മാച്ചിങ്ങേ അല്ലാത്ത രീതിയിലുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ അപ്പോൾ തന്നെ അതിനെ മാറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാച്ചിങ് ആയിട്ട് വരിക? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 3 പോസ്റ്റിനാണ് നിങ്ങളും ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ 3 വാക്കൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 15 to 20 ആൾക്കാരെങ്കിലും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്ക് എടുക്കാനുള്ള ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് വരുള്ളൂ. കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇവരിൽ മിക്കവർക്കും ചിലപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിന് അവർ വരില്ലായിരിക്കാം, പല റീസൺസ് ഉണ്ട് അതിനകത്ത് ഇല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ കൺസിഡറേഷൻ കൊടുക്കുന്ന ഇവർക്ക് പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ നോക്കും. ഓക്കെ, ഇനി എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലോ കാര്യങ്ങളോ ഇവരെന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇതേപോലെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഇവർ വിത്തിൻ ദ UK ഇവർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയസ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 പേരെ നമ്മൾ അതിനകത്ത് നിന്ന് ഓൾറെഡി ഇവർക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ. നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടൊരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, NHSൻ്റെ സർവീസ് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, ആ ഒരു ജോബിന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യോ? ഇല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അവിടെയും ഒരു ചാൻസ് ഉണ്ട്, മേ ബി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 4-5 പേര് ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കുള്ളൂ എന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസൈറബിൾ ക്രൈറ്റീരിയയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെയും കൂടെ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ദെൻ അവിടെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ആയിരിക്കും പിന്നീട് നെക്സ്റ്റ് നോക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതേപോലെ മൾട്ടി ഫാക്ടോറിയലാണ് റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഉണ്ട്, പ്രീവിയസ് ഡീകോൺ സ്റ്റാഫായിട്ട് അവർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇനി നിങ്ങൾ ലോജിസ്റ്റിക്സിലോ അല്ലെങ്കിൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ എവിടേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു പ്രീവിയസ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെയായിരുന്നു എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ UK എന്തെല്ലാം രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നിങ്ങളുടെ റെഫറൻസിനകത്തും നിങ്ങളുടെ എക്സ്പീരിയൻസിനകത്തും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു ജോബിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നാട്ടിലോ ഇവിടെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു അഡ്മിൻ ജോബിന് കൊടുത്തു, അപ്പോൾ അവിടെ മെയിനായിട്ട് നിങ്ങൾ പേഷ്യൻസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുക. ഒരു ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ റോൾ എന്ന് വെച്ചോ. ഓക്കെ, അവിടെ നിങ്ങൾ പറയുകയാണ് ലൈക്ക് അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, നിങ്ങൾ നേരത്തെ നാട്ടിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇതേപോലെ ഒരു ടെലിഫോൺ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ടെന്ന് വെച്ചോ. അതൊന്നും പറയാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഒരു പിസ്സ ഫാക്ടറിയിലോ അല്ലെങ്കിൽ ആമസോണിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവങ്ങൾ, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മെയിനായിട്ട് ഈ ഒരു ടെലിഫോൺ ജോബിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരുപാട് കോൾസും കാര്യങ്ങളും ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അവർ പറഞ്ഞ മെയിൻ കാര്യമാണ്, അവർ NHS അതായത് ഈ ഡീകോൺ സ്റ്റാഫിലേക്ക് എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അവരുടെ ഇൻ്റർവ്യൂവിൽ നടത്തിയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതാണ് അവർ NHSൻ്റെ 111 നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, ആ ഒരു NHSൻ്റെ 111 അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എത്രത്തോളം റിലേറ്റഡ് ആയിട്ട് പേഷ്യൻസുമായിട്ട് കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട്, അതിന് അവർക്ക് പ്രോപ്പറായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ടീമായിട്ട് അവർ എത്രത്തോളം നന്നായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, അപ്പം അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ ആ ഇൻ്റർവ്യൂവിൽ അത് ഹൈലൈറ്റ് ചെയ്തു, അവരുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ അത് ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റിസപ്ഷൻ ടാസ്ക് ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൾ റിലേറ്റഡ് ഉള്ള ജോബ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇവിടുത്തെ മാത്രമല്ല നാട്ടിലുള്ളത് നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ
കാണിക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പം ക്ലീനിങ് സർവീസ് ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാം, നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷനിൽ കാണാം. അപ്പോൾ ഇതെല്ലാം വന്ന് അതെല്ലാം സ്യൂട്ടബിളായിട്ട് വരുന്ന സമയത്താണ് നിങ്ങളെ ആ ഒരു ഇൻ്റർവ്യൂവിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതല്ല ഒരുപാട് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സിനും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള NHS എക്സ്പീരിയൻസോ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? കീപ്പ് ഓൺ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കൊരു ലക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഓക്കെ, ഒരുപാട് എനിക്ക് എത്രയോ പേരെ പരിചയമുണ്ട്. നമുക്ക് എല്ലാവരെയും നമുക്ക് ഇതേപോലെ ഗൈഡ് ചെയ്യാനുള്ള കാര്യമേ പറ്റുള്ളൂ, അല്ല നമുക്ക് വേറെ ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം ഗൈഡ് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരിക, അസിസ്റ്റൻസ് തരിക എന്നുള്ള കാര്യമാണ്. ഒരുപാട് കുട്ടികളാണ് അവർക്ക് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടി പോയിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ അവർ മാക്സിമം ഓഫ് ഒരു 100ഓളം ആപ്ലിക്കേഷൻസ് എങ്കിലും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ റീസെൻ്റായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു 250 പുറത്തോളം ആപ്ലിക്കേഷൻസ്, 400 പുറത്ത് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അതിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇത്രയും ആപ്ലിക്കേഷൻസ് അവർ കൊടുത്തു. അതിനകത്ത് നിന്ന് എത്ര ആപ്ലിക്കേഷൻസ് അവർക്ക് റിജക്ഷൻ വന്നു, എത്ര ആപ്ലിക്കേഷൻസ് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എത്ര ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ഇൻ്റർവ്യൂവിലോട്ട് പോയി, ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ഇല്ലേ. അപ്പം ഇതെല്ലാം ഒരു ഹാർഡ് വർക്കാണ്. ഓക്കെ, ഇവിടെ ജോബ്സ് ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ക്ലിനിക്കൽ റോൾസിൽ Band 2, Band 3, Band 4 ആണെങ്കിലും ശരി, നോൺ ക്ലിനിക്കൽ റോൾസിലാണെങ്കിലും ജോബ്സ് ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങളതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്ത പോലെ ഇരിക്കും നിങ്ങളത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്പർ ഓഫ് വാക്കൻസീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കൊടുക്കുക. ഒരു ദിവസം ഒരു മാക്സിമം ഒരു 3-4 ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു 3 ആപ്ലിക്കേഷനെങ്കിലും മിനിമം കൊടുക്കാൻ നോക്കുക. ഓക്കെ, അതിന് സമയം കിട്ടുമായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു ടൈം കണ്ടത്. അപ്പോൾ കാര്യം ട്രാക്ക് ജോബ്സിൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആവും എന്തായാലും, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ റീഹാബിലിറ്റേഷനിൽ നിങ്ങളൊരു Band 2 ജോബിലോട്ട് റിസപ്ഷൻ സ്റ്റാഫിൽ പോകുന്ന ജോബും, അല്ലെങ്കിൽ നിങ്ങളൊരു ലോജിസ്റ്റിക്സിൽ എസ്റ്റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസിലൊരു ക്ലീനിങ് വർക്കറിൻ്റെ അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലുള്ള ജോബിലേക്ക് പോകുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നിങ്ങൾ ചേഞ്ച് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ ഓഫ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളെടുത്ത്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നിങ്ങളുടെ ഒരു അറ്റയർ എങ്ങനെയായിരിക്കണം, നിങ്ങളിപ്പോൾ വിർച്വൽ ഇൻ്റർവ്യൂ ആണെങ്കിലും ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണെങ്കിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഡേ ഓഫ് ദ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വിർച്വൽ ഇൻ്റർവ്യൂ ആണെങ്കിലും പ്രോപ്പർ ലാപ്ടോപ്പ് ആണെങ്കിലോ കമ്പ്യൂട്ടർ ആണെങ്കിലോ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് നോക്കുക. അതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ ആരുടെങ്കിലും നിങ്ങൾ ആ ക്യാമറ എല്ലാം വർക്ക് ചെയ്യണോ, ഓഡിയോ എല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. കാര്യം ചില ഇൻ്റർവ്യൂസ് മാത്രം അവർ ചിലപ്പോൾ ഒരു മോക്ക് പോലെ ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തും, എല്ലാം ചെക്കിങ് എല്ലാം അല്ല ടെക്നിക്കൽ സൈഡെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് മേക്ക് ഷുവർ ചെയ്യുക ഇതെല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം. എന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവും, ഇൻ്റർവ്യൂവിന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാവും എന്തായാലും. കാര്യം അന്നത്തെ സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളത് അഫക്റ്റ് ചെയ്യും. കാര്യം അവരാണെങ്കിലും ആലോചിക്കും നിങ്ങൾ എന്തുകൊണ്ട് അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ്നെസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ വരും. ചിലപ്പോൾ കൈൻഡ് ഓഫ് ഒരു വെതറിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. അതും അവർക്ക് മനസ്സിലാവും. അത് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് റീസ്കെഡ്യൂൾ ചെയ്ത് തരാറുണ്ട്. ഹാപ്പിയാണ്, നോർമലി ഹാപ്പിയാണ് അവർ റീസ്കെഡ്യൂൾ ചെയ്ത് തരും എന്തായാലും. പിന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസിന് വരുന്ന സമയത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ, അവർ ലേറ്റായിട്ട് ഭയങ്കര ലേറ്റ് റണ്ണിങ് ആയിട്ട് വരും. ഓക്കെ, നമ്മുടെ ആൾക്കാരും ശരി തന്നെയാണ്, ഇവിടുത്തെ ആൾക്കാരും ശരി തന്നെയാണ്, ഭയങ്കരമായിട്ട് ലേറ്റ് റണ്ണിങ്, എല്ലാവരുടെ കാര്യമല്ല കുറച്ച് പേര്. പക്ഷേ ഒരു സംഭവം വെച്ചാൽ നമുക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു കോൺടാക്ട് നമ്പർ ഷെയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇമെയിൽ ID ഷെയർഡ് ആയിരിക്കും, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡർ ആണെങ്കിൽ ദയവ് ചെയ്ത് ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തുകൊണ്ട് യുവർ റണ്ണിങ് ലേറ്റ് എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാനൊന്ന് ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എത്തുക ആ റിസപ്ഷനിൽ നിങ്ങൾ അറിയിക്കുക അറ്റ്ലീസ്റ്റ് എന്താ നിങ്ങൾ എന്തുകൊണ്ട് റണ്ണിങ് ലേറ്റ് ആയി എന്നുള്ള കാര്യം അവർ ഉറപ്പായിട്ടും ടീമിനെ അറിയിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മളൊരു ഇൻ്റർവ്യൂസ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ഒരു 30 to 45 മിനിറ്റ് ആയിരിക്കും ഒരു സ്ലോട്ട് നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ മേ ബി കാൻഡിഡേറ്റ് ഒരു 15 മിനിറ്റ് വരെ നമ്മൾ നോക്കും മിക്കവാറും അവർ DNA ആക്കണോ. DNA എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട് അറ്റൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. DNA ആക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ആണ് മാക്സിമം, അത് മാക്സിമം ആണ്. അപ്പം ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂസിനാണെങ്കിൽ ഞങ്ങൾ മാക്സിമം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ DNA ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആയിരുന്നു. എന്നിട്ടും ആ സമയത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും കാൻഡിഡേറ്റ് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ദിവസം മുന്നേ കാൻഡിഡേറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്ത നമ്പറിൽ അതിലൊന്നും തന്നെ അവരെ കിട്ടുന്നില്ല. കാര്യം എങ്ങനെയാണ് വരുന്നത്, അവരെത്തുന്നുണ്ടോ ഇൻ്റർവ്യൂവിന്, കാര്യം നമുക്ക് അറിയണമല്ലോ, നമുക്ക് ആളെ കിട്ടണമല്ലോ എന്തായാലും ഇല്ല.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ ആവട്ടെ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആവട്ടെ, അത് പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തായാലും. ഓക്കെ, ഇനി മാക്സിമം നിങ്ങൾക്ക് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ദിവസം മുന്നെങ്കിലും ആ നിയർ ബൈ പ്ലേസിന് നിയർ ആയിട്ട് നിങ്ങളൊരു Airbnb എന്തെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ, റാദർ ദാൻ രാവിലെ ഏർലി മോർണിംഗ് ഒരു ട്രെയിനോ അല്ലെങ്കിൽ വണ്ടിയോ പിടിച്ച് വരുന്നതിനേക്കാൾ. കാര്യം നിങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിലും ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂസിന് വരുന്ന സമയത്തോ പോകുന്ന സമയത്തോ റോഡിൽ എങ്ങാനും ഒരു എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്തില്ല. ഓക്കെ, ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡേ മുന്നേ തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ ഓൾവേസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇൻ്റർവ്യൂവിന് നിങ്ങളൊരു ഹാഫ് ആൻ അവർ മുന്നേ, ഞാൻ ഒരു മണിക്കൂറൊന്നും പറയുന്നില്ല, ഒരു ഹാഫ് ആൻ അവർ മുന്നേ വരികയാണെങ്കിൽ തന്നെയും നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. കാര്യം നമ്മൾ തന്നെ നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് തോന്നുന്നൊരു കൈൻഡ് ഓഫ് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിസപ്ഷൻ സ്റ്റാഫ് നമ്മളെ അറിയിക്കും, ഓക്കെ ഈ കാൻഡിഡേറ്റ് എത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഈ കാൻഡിഡേറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നേ വന്നു. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഓക്കെ ആൾ പ്രിപ്പയർഡാണ്, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഡിയായി അരമണിക്കൂർ മുന്നേ. ഇപ്പോൾ ഞാൻ ഈ 2 days മുന്നേ നടത്തിയ ഇൻ്റർവ്യൂവിനാണെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ്സ് ഹാഫ് ആൻ അവറും 45 minutes മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഒരു 5 minute മുന്നേയും 10 minute ലേറ്റായി വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ കാൻഡിഡേറ്റ് ഫസ്റ്റ് വന്ന കാൻഡിഡേറ്റ് ഹാഫ് ആൻ അവർ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒന്ന് നോക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്തായാലും, മനസ്സിലായോ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് പങ്ക്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു ഡേയിൽ നിങ്ങൾ കാണിക്കുമ്പോൾ ഫർദർ വർക്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയയും കൂടെ, ഒരു പിക്ചറും കൂടെയാണ് അവിടെ ഇടുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ വിർച്വൽ ആയിക്കോട്ടെ ഫേസ് ടു ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അതിനെ തിരിച്ച് ചോദിക്കുക എന്താണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ജസ്റ്റ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് കിടന്ന് കറങ്ങി ആൻസർ പറയാതെ പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളതിന് ബ്രീഫ് ആൻഡ് പ്രിസൈസ് ആയിട്ട് ആൻസറിലോട്ട് എത്തുക, കൂടുതൽ കിടന്ന് കറങ്ങാതെ. ഓക്കെ, ഞാൻ ഇൻ്റർവ്യൂസിന് എങ്ങനെ പ്രിപ്പയർഡ് ആവണം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള 8 levels ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ആ ഒരു എക്സാമ്പിൾ കാണാം. ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തിയാൽ എങ്ങനെയാണ് അവർ ആൻസർ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എൻ്റെ ഒരു മോക്ക് എക്സാമ്പിളും കൂടെ ഒന്ന് കാണാം. മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് ഓർ ആങ്ഷ്യസ് പേഷ്യന്റ്? I have an experience already when I was working as a diagnostic in charge with one patient who is too much anxious about the HFA test, which is a field test. So I just he actually afraid of the dark room. So I just bring the patient in a quiet room and I just explain the whole procedure and how it will help him for the further treatment. So I took like around 20 minutes. I just explained the whole procedure. Then he was okay to do. And while I was doing the testing, I just make sure he is comfortable there. And I'm always asking whether he is okay or not. And I just make my communication style also a little bit simple and okay for him. And before starting the test, I just go through the care plans and I just check with the caretakers also about his previous data, and I got about his problem and all. Then I just make him with a confident atmosphere and I did the whole procedure nicely. I got a good result also, and I just document how I did the procedure in his chart. And yeah, this is how I will manage a patient with anxious. ഓക്കെ, വെരി ഗുഡ്, പെർഫെക്റ്റ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേർഡിങ്സ് ഭയങ്കര കുറവായിരുന്നു, മനസ്സിലായോ? കുറെ വാക്കുകൾ പറഞ്ഞു അതിനകത്ത്. ഒന്ന്, നമ്മളിപ്പം പേഷ്യന്റിന്റെ അടുത്ത് ആങ്ഷ്യസ് പേഷ്യന്റ് ആണ് എന്തായാലും അല്ലെ. അപ്പൊ നമ്മൾ ആങ്ഷ്യസ് പേഷ്യന്റ് ആകുമ്പോഴത്തേനും നമ്മളൊന്ന് പേഷ്യന്റ് അടുത്ത് പോവുക, സംസാരിക്കുക ആദ്യം അല്ലെ. നമ്മൾ പേഷ്യന്റ് കഴിയുമ്പോൾ തന്നെ ഒരു ലൈക്ക് പേഷ്യന്റ് അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വയറ്റ് എൻവയോൺമെന്റ്, ആങ്ഷ്യസ് പേഷ്യന്റ് ആണ്. അപ്പൊ ഒരു ബിസി, ഇഫ് ഇറ്റ് ഇസ് എ ബിസി ഏരിയ, I will get my patient into a quiet room. Okay, so I can speak to them very, അല്ലെങ്കിൽ എന്താ കംഫർട്ടബിളി അല്ലെങ്കിൽ ക്വയറ്റ്ലി ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുള്ള, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലി സ്പീക്ക് ചെയ്യാന്നുള്ള കാര്യം ഒന്ന് പറയാം. ഓക്കെ, ക്വയറ്റ് റൂമിലോട്ട് നിങ്ങൾ മാറും എന്നുള്ള കാര്യം പറയാം. അപ്പൊ അവിടെ എന്തോ ഈ പേഷ്യന്റ് കുറച്ചും കൂടെ കൺസിഡറേഷൻ നമ്മൾ കൊടുത്തു, മനസ്സിലായോ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പേഷ്യന്റ് അടുത്ത് നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് ബോദറിങ് യു, അല്ലെങ്കിൽ വാട്ട് ഈസ് മേക്കിംഗ് യു ആങ്ഷ്യസ് എന്നുള്ള കാര്യം നമുക്ക്. ഓക്കെ, അപ്പൊ ചോദിച്ചു എന്താണ് ഇവരെ ആങ്ഷ്യസ് ആക്കുന്നത് എന്നുള്ള കാര്യം ഇല്ലേ, നമുക്കറിയാം ആങ്ഷ്യസ് ആക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അത് ഒരു പേഷ്യന്റ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, യു ക്യാൻ, അല്ലെങ്കിൽ ഐ വിൽ ഇൻഫോം ദ പേഷ്യന്റ്, അല്ലെങ്കിൽ ഐ വിൽ മേക്ക് ദ പേഷ്യന്റ് അവെയർ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദിസ് പ്രൊസീജിയർ ഫോർ ദ പേഷ്യന്റ്, ഹൗ ഇമ്പോർട്ടന്റ് ദിസ് പ്രൊസീജിയർ will be useful for the patient. ഓക്കെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പ്രൊസീജിയർ പേഷ്യന്റ് വരുന്നതിൽ, മനസ്സിലായി, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഉള്ളതെന്നുള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ഡിസീസ് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എത്തുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ടു ഹാവ് ദിസ് പ്രൊസീജിയർ ഡൺ
Okay. Mm-mm. Then I will clearly inform the patient regarding the step by step about the procedure, what all things will be done for the patient. Okay. During the whole procedure എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക. Okay. Then I will reassure the patient that we will look after him. Okay. നമ്മൾ നന്നായിട്ട് ആ പേഷ്യന്റിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നു. വി ഗോട്ട് എ ഗുഡ് ടീം ടു ലുക്ക് ആഫ്റ്റർ ദ പേഷ്യന്റ് എന്ന് വെച്ചാൽ ദിസ് മോഡൽ ബിക്കോസ് ഐ എം എ കമ്പാഷനേറ്റ്. ഓക്കെ. അല്ലെങ്കിൽ കെയർ ഫോർ മൈ പേഷ്യന്റ്, അല്ലെങ്കിൽ ഐ ഡു പ്രൊവൈഡ് കമ്പാഷനേറ്റ് കെയർ ടു മൈ പേഷ്യൻസ് എന്നുള്ള കാര്യം പറയുക. അപ്പൊ കമ്പാഷൻ പറയുമ്പോൾ ഐ വിൽ ഷോ മൈ എംപത്തി, ഓക്കെ, മൈ കൈൻഡ്നെസ്, എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ പ്രൈവസി ഡിഗ്നിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു കമ്പാഷനേറ്റ് കെയർ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഐ വിൽ ബി മോർ എംപത്തറ്റിക് ടുവേർഡ്സ് ദ പേഷ്യന്റ്. ഇതെല്ലാം നമുക്ക് പറയാം. പറഞ്ഞ പേഷ്യന്റ് ഒന്ന് റീഅഷ്വർ ചെയ്യും. ആ വേർഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ പേഷ്യന്റ് ഒന്ന് കാം ഡൗൺ ആവും. അങ്ങനെ ആവുമ്പോൾ തന്നെ ഓക്കെ, you can check with the patient whether the patient need anything else, whether they want the family member to stay with them. Okay. അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പൊ if they want their family member, I will try and അല്ലെങ്കിൽ I will inform the family member, one of the family member, if they are available, they can accompany or they can sit with the patient before the procedure. Okay. So by that way I can make the patient more comfortable. ഇപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്, ട്രൈ ചെയ്യുന്നുണ്ട് പേഷ്യന്റിന്റെ വെൽബീയിങ്, അല്ലെ, നല്ലൊരു വെൽബീയിങ്, സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. മനസ്സിലായോ? കാര്യങ്ങളെല്ലാം നോക്കാം. പിന്നെ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് നോക്കാം, കണ്ടോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെയിൻ ആയിട്ട്. ഓക്കെ, ആദ്യം പറയാം, ഐ വിൽ ലിസൺ ടു മൈ പേഷ്യൻസ് കൺസേൺ കെയർഫുള്ളി. ഓക്കെ, ലിസൺ ടു മൈ പേഷ്യൻസ് കൺസേൺസ് കെയർഫുള്ളി എന്നുള്ള കാര്യം പറയാം. അപ്പം നമ്മുടെ എംഫസൈസ് യുവർ പേഷ്യൻസ്, നമ്മുടെ പേഷ്യൻസിനെ പറ്റിക്ക് നോക്കുക, സമാധാനത്തെ കൊണ്ടുപോയി അയാളെ റൂമിലോട്ട് മാറ്റി സംസാരിച്ചു, ഇല്ലേ? അപ്പൊ ഇത് എന്തെങ്കിലും ആ ആൻസേഴ്സിനകത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത്? ഒന്നുമില്ല. സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് മാത്രമേ. അപ്പൊ എംപതി വന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വന്നു, ദ കാംലി ലിസൺ ടു ദെയർ കൺസേൺ, റീഅഷ്വറൻസ്, കണ്ട ഈ വാക്കുകളൊക്കെ, അപ്രോച്ച് ടു മേക്ക് ദം കംഫർട്ടബിൾ. അത് ആ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് അവർക്ക് കേൾക്കേണ്ടത്. നമ്മുടെ ഒരു ബുക്ക് പിക്ചറിൽ നിന്ന് ഔട്ടായിട്ട് പോകുന്നതാണ് അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പോയിന്റ്. എന്താ? ഡു യു വാണ്ട് യുവർ ഫാമിലി ടു സിറ്റ് വിത്ത് യു? ഓക്കെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും, ഓക്കെ, ഇയാള് കുഴപ്പമില്ല, ഇയാൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി? ഓക്കെ, അപ്പൊ ഈ ആൻസറിൽ നിന്ന് കേൾക്കുന്ന എന്താ, പേഷ്യന്റ് സൈഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഏത് എന്താണെങ്കിലും അവരുടെ ട്രസ്റ്റിന്റെ വാല്യൂസിനകത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ട്രസ്റ്റിന്റെയും എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ടു പ്രൊവൈഡ് എക്സലന്റ് കെയർ ഫോർ ദ കമ്മ്യൂണിറ്റീസ് വി സെർവ്. ഓക്കെ, വാല്യൂസ് എന്താ? പാർട്ട്ണറിങ്, അംബീഷ്യസ്, കെയറിങ് ആൻഡ് ട്രസ്റ്റഡ്. ഓക്കെ, ഓരോന്നിനകത്ത് ഇതിപ്പം അന്ന് അയച്ചത് എനിക്ക് ഷ്രൂസ്ബറിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഓരോന്നും ഇപ്പം റോയൽ ലണ്ടൻ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ട്രസ്റ്റ് വാല്യൂസും കാര്യങ്ങളെല്ലാം കാണും, ഇല്ലേ? പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും സ്പെസിഫിക്കേഷൻസിനകത്താണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ട എല്ലാ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ക്ലിനിക്കൽ ആൻഡ് പേഷ്യന്റ് കെയറിലുള്ള കാര്യങ്ങളായിരിക്കും മെയിൻ തിങ്. ഓക്കെ, അതെല്ലാം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നും കൂടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഓക്കെയാണ്, മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി. I would take a moment to reassure and explain each step to the procedure in simple terms. നമുക്ക് പറഞ്ഞു കൊടുക്കാം. I would encourage them to ask questions, listen to them carefully to their concern, maintain a calm, friendly demeanor, and patients often feel more comfortable when they understand what to expect and feel they are being heard. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവർക്ക് ചിലപ്പോൾ ലൈക്ക് പ്രായമുള്ളവരായിരിക്കാം, അവർക്ക് നമ്മളെല്ലാവർക്കും ലീഫ്ലെറ്റ് അടക്കം നമ്മൾ ചിലപ്പോൾ അയച്ചു കൊടുക്കും പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട്. പക്ഷെ ചിലപ്പോൾ വായിക്കണമെന്നില്ല, അതിനെപ്പറ്റി ലൈക്ക് നോക്കാനോ എടുക്കാനോ ഒന്നും തന്നെ നിർബന്ധമില്ല. ഓക്കെ, നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, പക്ഷെ സ്റ്റിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞ് ക്ലാരിറ്റി വരുത്തി കൊടുക്കാനും. അപ്പൊ കയ്യിലോ അല്ലെങ്കിൽ നാട്ടിലോ വർക്ക് ചെയ്തോ അതിനൊക്കെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമ്മൾ അത്രയും അറ്റ്മോസ്റ്റ് കെയർ ആണ് നമ്മളൊരു പേഷ്യന്റിന് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവരാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പം അത് ഇനഫ് ആണോ ഒരു NHS ഇൻ്റർവ്യൂവിനകത്ത്, അതോ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ആൻസർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു ബാൻഡ് 5 ബാൻഡ് 6
ജോബ്സിന് വേണ്ടി മാത്രമല്ല, ഏതൊരു ജോബ് റോളിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ഈ കോമൺ ക്വസ്റ്റ്യൻസ് വരാം. ഇവൻ നിങ്ങൾക്ക് ഇനി പേഷ്യൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ടീമുമായിട്ട് മാത്രം വരുന്നുണ്ടെങ്കിൽ ടീം റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു മെമ്പർ ഓഫ് സ്റ്റാഫ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കണം എങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അവിടെയും നിങ്ങൾക്ക് ഈ സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സോ അല്ലെങ്കിൽ പോയിന്റ്സോ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും. അത് ഏത് ബാൻഡ് ആയിക്കോട്ടെ, ബാൻഡ് 2 തൊട്ട് ബാൻഡ് 6 വരെയുള്ള ഏത് ജോബിനായിക്കോട്ടെ ആ ഒരു രീതിയിലാണ്, ആ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് ചോദിക്കുക അവരുടെ അടുത്ത്. നിങ്ങൾക്കൊരു പാർഡൺ പറയാം, അല്ലെങ്കിൽ ഐ എം റിയലി സോറി, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഫോർ മീ, അല്ലെങ്കിൽ പാർഡൺ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഫോർ മീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ ഹാപ്പി ആയിരിക്കും ഞങ്ങൾ നിങ്ങളായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് തരാനും. വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കുക, ഒരു കുഴപ്പമില്ല, അത് വീണ്ടും പാരാഫ്രൈസ് ചെയ്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ആ ജോബ് നിങ്ങൾക്ക് എന്താണോ ജോബ് എന്നുള്ളത്, അത് എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ റോൾ എന്താണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളൊന്നൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളത് പറയുമ്പോൾ ആ കേൾക്കുന്ന, ആ പാനലിരിക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ ആയിരിക്കും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇത്രയും റിസർച്ച് ചെയ്തു, എന്തൊക്കെയാണ് നടക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് അടുത്ത് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി ഡിസ്റ്റൻസ് ആണെങ്കിലും ശരി, ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നെയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈറ്റ് വിസിറ്റ്, ഓൺസൈറ്റ് വിസിറ്റ് നിങ്ങൾക്ക് നടത്താം. ഓക്കെ, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം, ഈ ഒരു ടൈമിൽ ഞാൻ വന്നാൽ എനിക്കൊരു ഓൺസൈറ്റ് വിസിറ്റ് അവൈലബിൾ ആക്കി തരാൻ പറ്റുമോ, പോയി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പോയി കാണാം. അതെല്ലാം ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഡേയിൽ നിങ്ങൾ വന്നു എന്ന് വെച്ചോ, അന്നത്തെ ഡേയിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം, ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ ക്യാൻ ഐ ഹാവ് ആൻ ഇൻസൈറ്റ് വിസിറ്റ്, ഒരു ഇൻസൈറ്റ് വിസിറ്റ് എനിക്ക് തരാനായിട്ട് പറ്റുമോ, കുഡ് യു പ്ലീസ് അക്കംപനി എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ, റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് 2-3 പേര് അത് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇൻ്റർവ്യൂസിൻ്റെ സെഷൻ കഴിഞ്ഞ ഉടനെ അവരെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടല്ല ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴൊരു സംഭവം വെച്ചാൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് കാണിക്കുന്നത്, അല്ലേ, ആ ഒരു ജോബിന് എത്രത്തോളം കമ്പാഷനേറ്റ് ആണ് എന്നെല്ലാം അവിടെ എവിഡൻ്റ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ്. പിന്നെ NHSൻ്റെ ഇൻ്റർവ്യൂസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രീവിയസ് വർക്ക്, നിങ്ങളിപ്പം മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തോട്ടെ, നാട്ടിൽ വർക്ക് ചെയ്തോട്ടെ, സിമിലർ ജോബ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ കംപ്ലീറ്റ്ലി ഇവിടുത്തെ കോഡ് ആൻഡ് കണ്ടക്റ്റും അല്ലെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ടീം വർക്കും കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അതിന് പറയേണ്ട ആൻസേഴ്സ് എല്ലാം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസേഴ്സ് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇതേപോലെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വരുന്ന കാൻഡിഡേറ്റ്സിന് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന ജോബ് ഏതോ ആയിക്കോട്ടെ, ആ ഒരു ജോബിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് തരും. അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുള്ള 25 ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആൻഡ് വീഡിയോസ്, ഏകദേശം 5 മണിക്കൂറുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് തരും. അതെല്ലാം നിങ്ങൾക്ക് കണ്ട് പ്രിപ്പയർഡ് ആവാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്, ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആങ്ഷ്യസ് ആണ്, പേഷ്യൻ്റ് വറീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, നിങ്ങൾ എന്തായിരിക്കും സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ചെയ്യാം, നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ നമ്മളെ പ്രിപ്പറേഷൻ വീഡിയോസിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. പിന്നെ നിങ്ങളുടെ കറസ്പോണ്ടിങ് ജോബിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കാര്യമായിട്ട് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാം. കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഇനി അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ ഇൻ്റർവ്യൂസിന് സെലക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇത്രയും പ്രിപ്പയർഡായി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞാൽ അവിടെയും മൾട്ടി ഫാക്ടോറിയൽ റീസൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക ദയവ് ചെയ്ത്. കാര്യം അവിടെ ചിലപ്പോൾ 5 പേരെ അല്ലെങ്കിൽ 10 പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് വെച്ചോ, ആകെ 3 വാക്കൻസിയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ പറയണം നമ്മൾ സാറ്റർഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, സാറ്റർഡേയ്സും നമുക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫ്ലെക്സിബിൾ അല്ല, നിങ്ങൾക്ക് ചൈൽഡ് കെയർ ഉണ്ട്, നിങ്ങൾക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളവിടെ പറഞ്ഞു എന്ന് വെച്ചോ, ബാക്കിയുള്ള 10 പേര്, ബാക്കിയുള്ള 9 പേരും സാറ്റർഡേയ്സ് വർക്ക് ചെയ്യാൻ ഓക്കെ ആണെന്ന് വെച്ചോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ജോബിൽ നിന്ന് പുറത്തേക്ക് പോകും. കാര്യം അവിടെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണ്. ഫ്ലെക്സിബിലിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മുടെ യൂണിറ്റ് സാറ്റർഡേ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ബാക്കിയുള്ള 9 പേർക്കും സാറ്റർഡേ വർക്ക് ചെയ്യാൻ അവർ ഓക്കെയാണ്. അപ്പം നിങ്ങൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇത് മാത്രമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് മാത്രമാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, ജോബ് നിങ്ങൾക്ക് തരുന്നൊരു ഫാക്ടർ എന്നുള്ള കാര്യം ഒരിക്കലും വിചാരിച്ച് വെക്കരുത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കിട്ടാതിരുന്ന് പോകണമെങ്കിൽ ഒറ്റയടിക്ക് ഡിപ്രസ്ഡ് ആയി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഒരുപാട് മൾട്ടി ഫാക്ടോറിയൽ റീസൺസ് ആണ് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിലൊരു ഫാക്ടർ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് പ്രിപ്പയർഡ് ആവാൻ പറ്റുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോക്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, ഇവിടെ ഞാൻ നന്നായിട്ട് ചെയ്തു ആൻഡ്
പ്ലസ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം. ഫീഡ്ബാക്ക് തരുമ്പോൾ അവർ തന്നെ പറയും നിങ്ങൾ നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്തു, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ ചില പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചില ചെറിയ പോയിൻറ്റ്സിലാണ് നിങ്ങൾ ചിലപ്പോൾ ഫെയിലായി പോയത്. ആ പോയിൻറ്റ്സ് ഇതൊക്കെ ആയിരിക്കും. എന്തായിരിക്കും? ഫ്ലെക്സിബിലിറ്റി ഇല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. ബാക്കി NHS എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് സെലക്ട് ചെയ്തത്. പ്രീവിയസ് സിമിലർ ജോബ്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കീപ്പ് ഓൺ ആപ്ലിക്കേഷൻ കൊടുക്കുക. അല്ലാതെ ഒന്ന് പോയി ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തരുത്. നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞ 250, 300, 400 ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് എല്ലാവർക്കും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അവരൊന്നും തന്നെ ഒരിടത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നിർത്തിയിട്ടോ ഇല്ല, വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നിട്ടോ. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള കുറേ വീഡിയോസ് അപ്കമിങ് ഡേയ്സിൽ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അതെല്ലാം കണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർഡ് ആവാം. അല്ലാതെ തന്നെ ഞാൻ പ്രീവിയസ്ലി കുറേ വീഡിയോ ടിപ്സും കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബാൻഡ് 5നോടൊപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ബാൻഡ് 5 ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോസ് കാണാതിരിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ ബാൻഡ് 5 ജോബ്സിനുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ബാൻഡ് 2 ആവട്ടെ, ബാൻഡ് 3 ആവട്ടെ, ബാൻഡ് 4 ആവട്ടെ ഉള്ള കുറേ കോർ ക്വസ്റ്റ്യൻസും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് സിമിലറാണ്. ബിക്കോസ് ഈവൻ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് നമ്മൾ ചോദിക്കുന്ന ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഏതൊരു ജോബിനാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബാൻഡിനാണെങ്കിലും കുറേയും സിമിലറാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റാഫിന് ബുള്ളിങ് വരുന്നത് ബാൻഡ് 5 മാത്രമല്ല, അതൊരു ബാൻഡ് 2 ബാൻഡ് 3 ഒരു ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തു, അത് വരുന്നത് ബാൻഡ് 2 ബാൻഡ് 3 മാത്രമല്ല, ബാൻഡ് 4 ബാൻഡ് 5 ബാൻഡ് 6 ആർക്ക് വേണമെങ്കിലും വരും. അതിൻ്റെ ആൻസർ എല്ലാവരും പ്രിപ്പയർ ആയിരിക്കണം പറയാനായിട്ട്. കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂ, സേഫ് ഗാർഡിങ് വരുന്നത്, ഇതെല്ലാം എല്ലാ ബാൻഡുകളിലും വരും. അതുകൊണ്ട് തന്നെ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കുക. സബ്ജക്റ്റിനകത്ത് നിങ്ങൾ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. റിക്വയർമെൻറ്റിനകത്ത് നിങ്ങളുടെ മെസ്സേജ്, നിങ്ങളുടെ പ്രോപ്പർ മെസ്സേജ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ഏത് ബാൻഡിലേക്കാണ് നിങ്ങളുടെ ജോബ് വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ഏത് ട്രസ്റ്റിലേക്കാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതിനകത്ത് മെൻഷൻ ചെയ്യുക ക്ലിയർ ആയിട്ട്, എന്നിട്ട് സെൻഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളത് റിവ്യൂ ചെയ്ത് നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ബാക്കി സപ്പോർട്ടും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കോമൺ ഗ്രൂപ്പ്സ് ഉണ്ട് വാട്സപ്പിൽ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻ്റർവ്യൂവിന് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർഡ് ആവാം എന്തായാലും. സോ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അതിനകത്ത് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് വരുന്ന സമയത്ത് എവിടെ ആർക്ക് എന്തൊക്കെ ജോലി കിട്ടി, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തെല്ലാം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അവിടെ എന്നെല്ലാം നമുക്ക് നോക്കാം. എനിക്ക് പറ്റാവുന്ന മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും എന്തായാലും. അപ്പോൾ ഈ ഒരു ബാൻഡ് 2 അല്ലെങ്കിൽ ബാൻഡ് 3 ജോബ്സിൻ്റെ കാര്യങ്ങളും ഇൻ്റർവ്യൂ ടിപ്സും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ ടിപ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. മാക്സിമം ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോബ് ഹണ്ടിങ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ്. കാര്യം ഒരുപാട് പേരും സ്റ്റുഡൻറ്റ് വിസയിൽ പാർട്ട് ടൈം ആയിട്ട് ജോബ്സ് നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് PSWയിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കുന്നുണ്ട്, ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരും തന്നെ യൂത്ത് മൊബിലിറ്റി വിസയിലുള്ള ഒരാൾക്കാർ ജോലി നോക്കുന്നുണ്ട്. അങ്ങനെ ഏത് കാറ്റഗറിയിലാണെങ്കിലും ശരി, നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാവൂ, സബ്മിറ്റ് ചെയ്യാവൂ എന്തായാലും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന അപ്കമിങ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.